സോ നമ്മൾ നേരത്തെ കഴിഞ്ഞ നമ്മളുടെ ഡിജിറ്റൽ അതേപോലെ തന്നെ ഡിജിറ്റൽ സിസ്റ്റം ഡിസൈൻ യൂസിങ് വെരിലോഗിനകത്ത് നമ്മൾ വെരിലോഗ് എല്ലാം കവർ ചെയ്ത് പോയതാണ്. സോ അതിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടില്ലാത്ത കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോജിക് സർക്യൂട്ട്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടും അതേപോലെ തന്നെ ബോത്ത് സീക്വൻഷ്യൽ ആസ് വെൽ ആസ് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാമിംഗ് ആണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് is the design of a binary multiplier. Okay, so binary multiplier എന്ന് പറയുന്നത് നമുക്ക് ബൈനറി മൾട്ടിപ്ലയറിന്റെ ഹാർഡ്വെയർ ആയിട്ട് നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമുക്കിപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഓൾറെഡി അറിയാം വെരിലോഗിനകത്ത് 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മോഡലിംഗ് ആണുള്ളത്. സ്ട്രക്ചറൽ, ബിഹേവിയറൽ ആസ് വെൽ ആസ് ഡേറ്റ ഫ്ലോ അല്ലേ. അതേപോലെ തന്നെ ഇത് കൂടാതെ മിക്സ് ലെവൽ ഓഫ് മോഡലിംഗ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളിപ്പോൾ ഇതിനകത്ത് സ്ട്രക്ചർ ലെവൽ മോഡലിംഗ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ അകത്തെ ഫസ്റ്റ് അതിൻ്റെ ഡയഗ്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഹിയർ നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന ബൈനറി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് ഈസ് എ ബൈനറി മൾട്ടിപ്ലയർ ഫോർ മൾട്ടിപ്ലൈയിങ് 2 നമ്പേഴ്സ് വിച്ച് ആർ 2 ബിറ്റ് ഈച്ച്. 2 2-bit നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയർ ആയിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. സപ്പോസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്ന 2 കറസ്പോണ്ടിങ് നമ്പേഴ്സിന്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് എ ആൻഡ് ബി ആണെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് എ ഈസ് 2-bit വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് യൂസിങ് A1 A0. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് ഈസ് ഓൾസോ എ 2-bit ബൈനറി നമ്പർ which are represented using the variables b1 b0. അതായത് എയുടെ MSBനെ A1 എന്നും എ എന്ന് പറയുന്ന വേരിയബിളിന്റെ LSB ആ കൂടെ 2 ബിറ്റേ ഉള്ളൂ. LSB ആയിട്ട് വരുന്നതിന് A0 എന്നും ബി എന്ന് പറയുന്നത് നമ്മുടെ കറസ്പോണ്ടിങ് വേരിയബിളും 2 ബിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ MSBനെ B1 എന്നും അതിന്റെ LSBനെ B0 എന്നും നമ്മൾ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതിയിരിക്കുന്നതാണ്. സോ 11 into 11. സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്ക് എയ്തർ നമുക്ക് 1 into 1 then this 1 into 1 plus രണ്ടാമത്തെ which is b1 അല്ലേ. b1 into b1 ൻ്റെയും again നമുക്ക് ഇതേപോലെ തന്നെ b1 a0 അതേപോലെ തന്നെ b1 a1 അല്ലേ. സോ അതായിരിക്കുമല്ലോ നമ്മളിവിടെ എഴുതുന്നത്. സോ ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സം ചെയ്ത് എടുക്കുക. ഇതാണ് നമ്മുടെ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. So whatever is this that forms the MSB directly and ഏറ്റവും ലാസ്റ്റ് നമുക്ക് LSB ക്യാരി വരുന്നുണ്ടെങ്കിൽ ക്യാരി നമ്മൾ ഓൾറെഡി ബൈനറി മൾട്ടിപ്ലിക്കേഷൻ കണ്ടിരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ 2 രീതിയിൽ ആക്ച്വലി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് കൈൻഡ് ആണ് ഇവിടെ ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത് ദിസ് വൺ. ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിലവിൽ നമ്മളുടെ ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത് ഈ ഞാൻ 1 എഴുതിയിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഹാർഡ്വെയർ ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ അതിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ആൻഡ് ബി എന്ന് പറയുന്ന 2 വേരിയബിൾസ് A1 A0 ആൻഡ് B1 B0 ആർ ദ ബിറ്റ്സ്. കേൾക്കാവോ? ഓക്കെ, സോ A1 A0 then B1 B0. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? ഒന്നെങ്കിൽ നമുക്ക് B0 A0 ഇൻറ്റു B1 A1, അതായത് ഈ താഴെ കിടക്കുന്ന 2 ബിറ്റ്സിനെ B1 A1 അല്ല B1 A0 താഴെ കിടക്കുന്ന 2 ബിറ്റ്സിനെ A0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ദെൻ അടുത്തത് താഴെ കിടക്കുന്ന 2 ബിറ്റ്സിനെ A1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ നമ്മൾ ആക്ച്വലി ക്ലാസ്സിലൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡ് മെത്തേഡാണ്. നമ്മുടെ റെഗുലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ അതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ചെയ്താലും ആക്ച്വലി ഇത് ട്രൂ ആണ്. എന്തായാലും ആൻസറിന് വ്യത്യാസമൊന്നും വരാനായിട്ട് പോകുന്നില്ല. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ഉണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ നോക്കാനായിട്ടുണ്ട്. ഈ കിടക്കുന്ന സംഭവങ്ങളെ ആർ കോൾഡ് എസ് ദ പാർഷ്യൽ പ്രൊഡക്ട്സ്. സോ ഈ ഒരു 11 into 11 നമ്മൾ ചെയ്യുന്ന സമയത്ത് there are 2 partial products. ഫസ്റ്റ് പാർഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 11, സെക്കൻഡ് പാർഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് 11. സോ ഈ 1 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എഴുതും. ദെൻ 1 + 1 എന്ന് പറയുന്നത് 0 വിത്ത് ക്യാരി 1. സോ 1 + 1 0 വിത്ത് ക്യാരി 1. സോ ആ 1 എന്ന് പറയുന്നത് ക്യാരി 1 ആണ് നമ്മളുടെ ഇവിടെ MSB ആയിട്ട് മാറിയിരിക്കുന്നത്. എക്സാമ്പിളിൻ്റെ കേസ് എടുക്കുവാണെങ്കിൽ സോ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ B0 A0 ആദ്യം ചെയ്യുന്നു. ദെൻ
B1 A0 ചെയ്യുന്നു. സോ അതാണ് എഴുതിയിരിക്കുന്നത് B0 A0. ദെൻ നെക്സ്റ്റ് ബിറ്റ് ഓഫ് ദ മൾട്ടിപ്ലയർ ആണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ബിറ്റ് ഓഫ് ദ മൾട്ടിപ്ലയർ വിത്ത് സെയിം ബിറ്റ് ഓഫ് ദ മൾട്ടിപ്ലിക്കൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ദെൻ അതിന് ശേഷമാണ് ആക്ച്വലി B1 വിത്ത് A0, സോറി B0 വിത്ത് A1, ദെൻ B1 വിത്ത് A1. സോ ഏത് എഴുതിയാലും നമുക്ക് ഫൈനൽ കിട്ടാൻ പോകുന്ന ആൻസർ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ B0 A0, then B1 A0 plus B0 A1. ഇവിടെയാണെന്നുണ്ടെങ്കിൽ B1 A1. ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ നേരെ തിരിച്ചിട്ടാലും നമുക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. which is A0 B0, then A1 B0 plus A0 B1 and MSB വരുന്നത് A1 B1. അതിൻ്റെ അകത്ത് ഒരു വ്യത്യാസവും ഇല്ല. ക്യാരി അതിൻ്റെ പുറത്ത് ഞാനിപ്പോൾ നിലവിൽ എഴുതിയിട്ടില്ല. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു ഹാർഡ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ടാണ് ഞാൻ കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ അപ്പം നമുക്ക് ഹാർഡ്വെയറിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നോക്കാനായിട്ടുണ്ട്. വി നോ ദ മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് അല്ല. അപ്പം അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് നമുക്ക് ഓൾറെഡി ഫെമിലിയർ ആണ്. 0 into 0 എന്ന് പറയുന്നത് 0, 0 into 1 is 0, 1 into 0 എന്ന് പറയുന്നത് 0, then again 1 into 1 is 1. അതേപോലെ തന്നെ നമുക്ക് ആൻഡ് ഗേറ്റിന്റെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ നമുക്ക് അവെയർ ആണ്. ആൻഡ് ഗേറ്റിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ദ ഔട്ട്പുട്ട് ഈസ് 1 only when both the inputs are 1 അല്ലെ. സോ ആ ഒരു ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാസ്റ്റ് കേസ് 1 1 വരുന്ന സമയത്ത് മാത്രമായിരിക്കും ഔട്ട്പുട്ട് 1 ആവുക. ബാക്കിയുള്ള എല്ലാ കേസസിലും നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് will be equal to 0. അപ്പൊ ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നോക്കിക്കേ. നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ, രണ്ടാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് ബി ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ഔട്ട്പുട്ട് അല്ലെ. സോ അപ്പോൾ ഞാനൊരു നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ ബൈനറി മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്താലും ഒരു ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഈസിലി സേ ദാറ്റ് ഈസ് സെയിം ആസ് ദ ട്രൂത്ത് ടേബിൾ ഓഫ് ദ ആൻഡ് ഗേറ്റ്. നോക്കിക്കേ, 0 0 0 1 അല്ലെ. ആ സെയിം സാധനം തന്നെയല്ലേ നമ്മുടെ ഔട്ട്പുട്ട് കോമ്പിനേഷൻ. And provided the combination of the input are also the same, which is 0 0 0 1 1 0 1 1 അല്ലെ. ആ സെയിം കോമ്പിനേഷന് ദ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫോർ ദ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ആസ് വെൽ ആസ് ദ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഈസ് എക്സാക്ട്ലി ദ സെയിം. therefore I can നമുക്ക് ബൈനറി മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് എന്ത് ഉപയോഗിച്ചാൽ മതി? നമ്മളുടെ ഗേറ്റ് എന്ന് പറയുന്നത് ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആൻഡ് ഗേറ്റിനെ യൂസ് ചെയ്താൽ മതിയാകും എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. കാരണം ബോത്ത് when the inputs are fed അതിന്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് രണ്ട് കേസസിലും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ അത്രയൊന്ന് ക്ലിയർ ആണെന്ന് പറയാവോ? നമുക്ക് രണ്ട് 2 ബിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അപ്പൊ അതിനകത്ത് നമ്മളുടെ ഫസ്റ്റ് ജസ്റ്റ് രണ്ട് വേരിയബിൾസ് ആയിട്ട് നമ്മൾ അതിന് കൊടുക്കുവാണ്. ഒരു വേരിയബിളിനെ നമ്മൾ എ എന്നും സെക്കൻഡ് വേരിയബിളിനെ നമ്മൾ ബി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സോ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്ന ഒരു 2 ബിറ്റ് ബൈനറി നമ്പർ ആണ്. കാരണം രണ്ട് 2 ബിറ്റ് ബൈനറി നമ്പേഴ്സിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൾട്ടിപ്ലയറിനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ റാൻഡം ആയിട്ട് ജസ്റ്റ് ചുമ്മാ രണ്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സൈഡിൽ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് യാതൊരുവിധ അർത്ഥങ്ങളും ഇല്ല. ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് എടുത്തേക്കുന്നത്. ഓക്കെ, then the second variable എന്ന് പറയുന്നത് ഈസ് again b എന്ന് പറയുന്നത് 2 ബിറ്റ് ആണ്. സോ 2 ബിറ്റുകൾ ഉള്ള ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നു which is again 1 1. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിന്റെ അതായത് എ എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്ന 1 1നെയും ബി എന്ന് പറയുന്ന 1 1ലിരിക്കുന്ന ബി എന്ന് പറയുന്ന വേരിയബിളിലിരിക്കുന്ന 1 1. സോ 1 1 into 1 1 ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന എക്സാമ്പിൾ കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അതിനകത്ത് യാതൊരു വിധത്തിലുള്ള അർത്ഥവും ഇല്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നെങ്കിൽ നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ദിസ് ബിറ്റ് ഇൻറ്റു 1, ദെൻ ഇത് രണ്ടും കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ആ കിട്ടിയിരിക്കുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 into 1 എന്ന് പറയുന്നത് 1, ദിസ് 1 into 1 എന്ന് പറയുന്നത് ഈസ് അഗെയിൻ 1. അത് നമ്മൾ എഴുതുന്നത്. ദെൻ പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അതിനുശേഷം ഞാനൊരു ജസ്റ്റ് വേറൊരു കളർ കൊടുക്കുവാണ്. ഓക്കെ, സോ ഈ 1 okay, so this 1 into 1
again 1 into 1. ഇതാണ് നമ്മുടെ റെഗുലർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ വണ്ണുകളാണ് ഇവിടെ കിടക്കുന്നത്. 1 into 1 is 1, again 1 into 1 is 1. ദെൻ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് എന്താണ്? ഈ ഒരു 1 ആദ്യം എഴുതിയിരിക്കുന്ന 1 നമ്മൾക്ക് പാർഷ്യൽ പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പറഞ്ഞു എല്ലാം പറഞ്ഞാണോ? അല്ല. ഓക്കെ. സോ ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന 1 നമ്മൾ പാർഷ്യൽ പ്രൊഡക്റ്റ് 1 എന്നും രണ്ടാമത് എഴുതിയിരിക്കുന്ന 1 നമ്മൾ പാർഷ്യൽ പ്രൊഡക്റ്റ് 2 എന്ന് വിളിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ ഫസ്റ്റത്തെ ഡിജിറ്റ് ഇട്ട് ആദ്യത്തെ നമ്മളുടെ മൾട്ടിപ്ലയറിന്റെ ഒരു ബിറ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂവിനെ നമ്മൾ ഒരു പാർഷ്യൽ പ്രൊഡക്റ്റ് എന്നാണ് വിളിക്കുക. അതുപോലത്തെ എത്ര ബിറ്റുകളുണ്ടോ അത്രയും പാർഷ്യൽ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ അതിനകത്ത് ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ജസ്റ്റ് പാർഷ്യൽ പ്രൊഡക്റ്റ് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. സോ ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ് പറഞ്ഞു. റെഡില് ഇട്ടേക്കുന്ന മൾട്ടിപ്ലൈ ചെയ്താണോ പാർഷ്യൽ പ്രൊഡക്റ്റ് 2 എന്ന് പറഞ്ഞേക്കുന്നത്? അല്ല, ഈ റെഡ് കളറിൽ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിന്റെയാണ് പാർഷ്യൽ പ്രൊഡക്റ്റ് 1 റെഡ് കളറിൽ തന്നെ ഇട്ടേക്കുന്നത്. ഇത് ബ്ലൂ കളറിലുള്ളത് പാർഷ്യൽ പ്രൊഡക്റ്റ് 2. ഇവിടെ താഴെ ബ്ലൂ കളറിൽ തന്നെ ഇട്ടിരിക്കുന്നത് പാർഷ്യൽ പ്രൊഡക്റ്റ് 2. ജസ്റ്റ് അതിന് പേരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ. സോ പാർഷ്യൽ പ്രൊഡക്ട്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് നമ്മൾ റെഗുലർ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ആണ്, വിച്ച് ഈസ് ആ രണ്ട് ബൈനറിൻ്റെയും കൂടെ പാർഷ്യൽ പ്രൊഡക്റ്റ് 1-ലും 2-ലും ഇരിക്കുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തെടുക്കുക. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് പാർഷ്യൽ പ്രൊഡക്റ്റ് 1-ന്റെ അകത്തെ LSB ആയിട്ട് കിടക്കുന്ന ബിറ്റ് ഏതാണോ അതിനെ നേരെ താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യും, അല്ലേ? അതിനങ്ങനെ തന്നെ താഴോട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യും. അതിൻ്റെ അകത്ത് വേറെ അഡീഷനുകളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? അടുത്ത പാർഷ്യൽ പ്രൊഡക്റ്റ് 1-ന്റെ അകത്തെയും 2-ന്റെ അകത്തെയും പാർഷ്യൽ പ്രൊഡക്റ്റ് 1-ന്റെ അകത്തെ LSBയും പാർഷ്യൽ പ്രൊഡക്റ്റ് 2-ന്റെ അകത്തെ MSBയും, അതായത് ഈ രണ്ട് ബിറ്റുകളുടെ അഡീഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിൻ്റെ റിസൾട്ട് നമ്മൾ താഴെ എഴുതും. ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസിൽ 1 + 1 0 വിത്ത് നമുക്കൊരു ക്യാരിയും കൂടെ വരുന്നുണ്ട്. സോ ആ ക്യാരീനെ നമ്മൾ തൊട്ടടുത്ത ബിറ്റിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാരി നമ്മൾ അടുത്ത ബിറ്റിന്റെ കൂടത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. സോ ഇനി നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സോ ഇപ്പോൾ ഇവിടെ ക്യാരി വന്നിട്ടുണ്ട്, വേറെ ബിറ്റുകളൊന്നും നമ്മളെ പാർഷ്യൽ പ്രൊഡക്റ്റ് 1-ന്റെ അകത്തിന് വേറെ ബിറ്റൊന്നും ഇല്ല, പക്ഷെ നമുക്കൊരു ക്യാരി ഉണ്ട്. ദെൻ പാർഷ്യൽ പ്രൊഡക്റ്റ് 2-ന്റെ അകത്തെ MSB, ഇത് രണ്ടും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, വിച്ച് ഈസ് അഗെയിൻ 1 + 1. സോ സം ഈസ് 0. അഗെയിൻ നമുക്ക് ഇവിടെ വീണ്ടും ഒരു ക്യാരി ജനറേറ്റ് ആയിട്ടുണ്ട്. സോ ആ ക്യാരിനെ നമ്മൾ എടുത്ത് എവിടെ കൊണ്ട് എഴുതും? ഇവിടെ നമ്മൾ ക്യാരി ആയിട്ട് എടുത്തെഴുതും. സോ ആ ക്യാരിക്ക് ഇനി ഇപ്പം ആഡ് ചെയ്യാനായിട്ട് വേറെ പാർഷ്യൽ പ്രൊഡക്റ്റിന്റെ ബിറ്റുകളൊന്നും തന്നെ ഇല്ല. സോ നമ്മൾ ഡയറക്റ്റ്ലി ആ ക്യാരിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് എഴുതും. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈ ഒരു ക്യാരി ആയിട്ട് വന്നിരിക്കുന്ന ബിറ്റ് ഏതാണോ അതിപ്പം 1 ആണെന്നുണ്ടെങ്കിൽ 1 ആയിട്ട് വരും. ക്യാരി ഒന്നും ജനറേറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ബിറ്റിനെ 0 എന്നാണ് വിളിക്കുക, അല്ലേ? സോ MSB ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ ക്യാരി ആയിട്ട് വരുന്ന ബിറ്റ് ഏതാണോ അതായിരിക്കും MSB ആയിട്ട് ഈ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ മാറുക. സിമിലർലി നമ്മളുടെ ഈ ഒരു പാർഷ്യൽ പ്രൊഡക്റ്റ് 1-ന്റെ അകത്തെ LSB ആയിരുന്ന ബിറ്റ് ഏതാണോ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്മുടെ ആൻസറിന്റെ LSB ആയിട്ട് മാറുന്നത്. ഇത്ര നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഇച്ചിരി ഒരു ടേംസും കൂടെ ഉപയോഗിച്ച് ഒന്നും കൂടെ ഒരു എക്സ്പ്ലനേഷൻ നടത്തിയത് മാത്രമേ ഉള്ളൂ, കാരണം കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ഹാർഡ്വെയർ ഡിസൈനിലേക്ക് വരാനുള്ള എളുപ്പത്തിന്. ഓക്കെ. സോ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണോ എന്ന് പറയാമോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇനി ഹാർഡ്വെയർ ഡിസൈനിലേക്കുള്ള ഒരു നമ്മുടെ ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ മൾട്ടിപ്ലിക്കേഷൻ തന്നെ നമുക്ക് ആക്ച്വലി ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സപ്പോസ് ഈ ഒരു ഫസ്റ്റ് കിടക്കുന്ന നമ്മളുടെ ബിറ്റ് എന്ന് പറയുന്നത് നിന്ന് മായ്ക്കുവാണ്. ഓക്കെ. സോ ഈ ഫസ്റ്റ് എയുടെ MSBനെ ഞാൻ A1 എന്നും എയുടെ LSBനെ A0 എന്നും ബിയുടെ MSBനെ B1 എന്നും ബിയുടെ LSBനെ B0 എന്നും വിളിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോ അതാണ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ 1 ഇട്ട് എഴുതിയിരിക്കുന്നത്. ആ വേരിയബിൾസ് മാത്രം എടുത്തിട്ടുള്ളൂ, ബൈനറി വാല്യൂ ഇല്ലാതെ എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. സോ A1 A0 ഇൻറ്റു വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം, അതായിരിക്കും നല്ലത്. ഓക്കെ. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതുവാണ് A1
A0 ഇൻറ്റു B1 B0, അല്ലെങ്കിൽ താഴത്തെ എഴുതിയിട്ട് മുകളിലേക്ക് വരാതായിരിക്കും കൺഫ്യൂഷൻ കുറയാൻ നല്ലത്. ഓക്കെ, സെയിം സംഭവം തന്നെ താഴെയും എടുത്ത് എഴുതി വെച്ചേക്കുന്നത്. സോ ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന മെത്തേഡ് അനുസരിച്ച്, അല്ലെങ്കിൽ തൊട്ട് ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത മെത്തേഡ് വെച്ച് ഞാനൊന്ന് ചെയ്യുവാണ്. അതല്ലാതെ വേറൊരു രീതിയിലും ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, B0യിൽ ഇരിക്കുന്ന വാല്യൂവിനെ A0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ B0നെ A1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എൻ്റെ ബിറ്റ് പാർഷ്യൽ പ്രൊഡക്റ്റിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് B0 A0, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് B0 A1. ഓക്കെ, ദെൻ രണ്ടാമത്തെ ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്, B1. സോ B1 A0 ഇൻറ്റു B1 A1 ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ റെഗുലർ മൾട്ടിപ്ലിക്കേഷനകത്ത് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത പാർഷ്യൽ പ്രൊഡക്റ്റിനകത്ത് ഒരു പ്രൊഡക്റ്റ് ടേമിനെ എഴുതുക. ഓക്കെ, സോ B1 A0, ദെൻ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് B1 A1. ഇതാണ് നമ്മുടെ ഒരു റെഗുലർ മൾട്ടിപ്ലിക്കേഷൻ. അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ക്ലാസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണഗതിയിലുള്ള ബൈനറി മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ ഈ സെക്കൻഡ് മെത്തേഡ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേറൊരു മെത്തേഡ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അതായത് A0 B0 A0 ദെൻ B1 A0 ഒന്ന് എഴുതി നോക്കാം. അതായത് B0 A0, ദെൻ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തൊട്ട് ലെഫ്റ്റിലത്തെ ബിയുടെ രണ്ടാമത്തെ ബിറ്റിനെ വെച്ചിട്ടാണ്. നമ്മൾ സാധാരണഗതിയിൽ B0 വെച്ച് A0നെയും A1നെയും ക്രിയേറ്റ് ചെയ്തിട്ടാണ് പാർഷ്യൽ പ്രൊഡക്റ്റ് 1 ചെയ്യുന്നത്. ദെൻ പാർഷ്യൽ പ്രൊഡക്റ്റ് 2 എന്ന് പറയുന്നതാണ് B1 ഇൻറ്റു A0 ദെൻ B1 ഇൻറ്റു A1 ചെയ്യുന്നത്. ഇനി അതിന് പകരം ഒരു ഓൾട്ടർനേറ്റ് രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ആദ്യത്തെ എന്ന് പറയുന്നത് B0 A0, ദെൻ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ബിറ്റ് ഓഫ് B വിച്ച് ഈസ് B1 A0. ഓക്കെ, ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഒരു ബിറ്റിൻ്റെ അതായത് ഒരു പാർഷ്യൽ പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പം ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പാർഷ്യൽ പ്രൊഡക്റ്റ് ഫോം ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിന് ഞാൻ ഗ്രീൻ കളർ ഒന്നിടുവാണ്. സോ A1നെയാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് യൂസിങ് B0 ആൻഡ് B1. ഓക്കെ, അപ്പോൾ സോ നമ്മൾ ലെഫ്റ്റിലേക്ക് 1 ഷിഫ്റ്റ് ചെയ്തിട്ടാണ് എഴുതുക. സോ ആദ്യത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് B0 A1, ദെൻ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ടേം എന്ന് പറയുന്നത് B1 A1. ഓക്കെ ആണോ എന്ന് പറയാവോ? ഓക്കെ ആണോ എന്ന് പറയാവോ? ഇങ്ങനെ എഴുതുന്ന ഓക്കെ ആണോ എന്ന് പറയാവോ? രണ്ട് രീതിയിൽ ചെയ്തിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ സാധാരണ ഇതിൽ ചെയ്യുന്ന B0 A0 ദെൻ B0 A1, അതാണ് ഫസ്റ്റത്തെ പാർഷ്യൽ പ്രൊഡക്റ്റിന്റെ രണ്ട് പ്രൊഡക്റ്റ് ടേംസ് വരിക. അതിന് പകരം വേറൊരു രീതിയിൽ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. കാരണം ഈ ഫസ്റ്റ് മെത്തേഡായിട്ട് ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്ന വെച്ചിട്ടാണ് നമ്മൾ ഹാർഡ്വെയർ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ മെത്തേഡും കൂടെ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാനിപ്പം പറഞ്ഞു വരുന്നത്. ഈ ഒരു ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? എങ്ങനെ എടുത്തേക്കുന്നത് എന്നുള്ളത് ആരോ ഹെഡ് നോക്കിയാൽ മതി. ഫസ്റ്റ് ബ്ലൂ കളറിൽ ചെയ്തിരിക്കുന്ന പാർഷ്യൽ പ്രൊഡക്റ്റ്, ആ ബ്ലൂ ആരോ ഹെഡ്സ് ചെയ്തിരിക്കുന്ന B1 A0, ദെൻ രണ്ടാമത്തെ എന്ന് പറയുന്നത് B1 A0. രണ്ടാമത്തെ പാർഷ്യൽ പ്രൊഡക്റ്റ് ഗ്രീൻ കളറിലാണ് എഴുതിയേക്കുന്നത്, അതിന് ഗ്രീൻ ആരോസ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മതി. B0 A1 ദെൻ B1 A1. ഓക്കെ ആണോ എന്ന് പറയാവോ? ഓക്കെ ആണോ? ഓക്കെ, സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആ സം ടേമും കൂടെ ഒന്ന് എഴുതി നോക്കാം. സോ ഇപ്പോൾ ആദ്യത്തെ മെത്തേഡിൽ ഞാൻ എഴുതുവാണ്. സോ B0 A0 ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ പാർഷ്യൽ പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ക്യാരി ഞാനിപ്പോൾ കൂട്ടുന്നില്ല കേട്ടോ, ക്യാരി ഇവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ ക്യാരിയും കൂടെ വേണമെങ്കിൽ ഇവിടെ ഇട്ടേക്കാം. എന്തായാലും ഇവിടെ ക്യാരി വരത്തില്ലല്ലോ. B0 A0 ടേം നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണെങ്കിൽ ഒരിക്കലും ക്യാരി വരില്ല. പക്ഷേ B1 A0 പ്ലസ് B0 A1 ചെയ്യുന്ന സമയത്ത് ക്യാരി വരാൻ സാധ്യതയുണ്ട്. അതിനിപ്പോൾ C എന്ന് എഴുതുവാണ്. സോ ഈ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? B1 A0 പ്ലസ് B0 A1, ദെൻ ലാസ്റ്റത്തെ കേസിൽ C പ്ലസ് B1 A1, അല്ലെങ്കിൽ ഈ B1 A1 അല്ലെങ്കിൽ B1 A0 B0 A1 എന്നൊക്കെ പറയുന്ന ഒരൊറ്റ ബിറ്റാണ്. ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്നതാണ്. B1 കിടക്കുന്ന വാല്യൂ, B1 എന്ന് പറയുന്ന വേരിയബിളിൽ കിടക്കുന്ന ബിറ്റ് ഇൻറ്റു A0 കിടക്കുന്ന ബിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് സിംഗിൾ ബിറ്റ് ആണ്. ഓക്കെ, സോ അതേപോലെ താഴത്തേതും കൂടി ഞാനൊന്ന് എഴുതുവാണ്.
B0 A0, കാരണം അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്യാണ്, അഡീഷൻ ഒന്നും ചെയ്യുന്നില്ല. ദെൻ ഇവിടെ നമ്മൾ അഡീഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. സോ B0 A1 പ്ലസ് B1 A0. ഇവിടെ ഇനിയിപ്പോൾ ക്യാരി വരുവാണെന്നുണ്ടെങ്കിൽ ആ ക്യാരിനെ നമ്മൾ നെക്സ്റ്റ് ടേമിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടുക. Therefore C പ്ലസ് B1 A1. ഇനിയിപ്പോൾ ഞാൻ മെത്തേഡ് 1ലും 2ലും എഴുതിയിരിക്കുന്ന ഫൈനൽ ആൻസർ ഒന്ന് നോക്കിയേ. MSB എന്ന് പറയുന്നത് C പ്ലസ് B1 A1. മെത്തേഡ് 2ൽ അത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മെത്തേഡ് 1ൻ്റെ അകത്തെ സെക്കൻഡ് ബിറ്റ് ആയിട്ട് വരുന്ന B1 A0 പ്ലസ് B0 A1. അത് തന്നെയല്ലേ താഴെ എഴുതിയിരിക്കുന്നത് B0 A1 പ്ലസ് B1 A0. ആൻഡ് LSB ആയിട്ട് വന്നിരിക്കുന്നത് B0 A0 ഇൻ മെത്തേഡ് 1 ആസ് വെൽ ആസ് ഇൻ മെത്തേഡ് 2. Therefore ഈ രണ്ട് മെത്തേഡിൽ ഏത് ചെയ്താലും ആൻസർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത് മെത്തേഡ് 2 ആയിരുന്നു, അതായത് ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മെത്തേഡ് 2 ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2ന് കറസ്പോണ്ടിങ് ഈ ഡയഗ്രത്തിനെ മോഡിഫൈ ചെയ്താൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പ്രോഗ്രാമും അതിന് കറസ്പോണ്ടിങ് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഇവിടെ വരെ ക്ലിയർ ആണോ എന്ന് പറയാമോ? ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിപ്പം അത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ബൈനറി മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യങ്ങളായിരുന്നു അല്ലേ. സോ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളായിട്ട് നമുക്ക് ആക്ച്വലി ഒരു ലോജിക് ഗേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾസ് ഇവിടെ തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. 0 into 0, ബൈനറി 0 into 0 is 0, 0 into 1 is 0, 1 into 0 is 0, and 1 into 1 is 1. Okay, so we are going to compare. ഇതിപ്പോൾ ഞാൻ ട്രൂത്ത് ടേബിൾ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? ഇൻപുട്ട്സ് ആയിട്ട് ഞാൻ രണ്ടെണ്ണത്തിന് എഴുതും, ഔട്ട്പുട്ടായിട്ട് ബൈനറി മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂനെ ഔട്ട്പുട്ടായിട്ട് എഴുതും. സോ ഇനിയിപ്പോൾ ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. ആൻഡ് ഗേറ്റിൻ്റെ ഓൾറെഡി നമുക്ക് ഫംഗ്ഷനിങ് അല്ലെങ്കിൽ വർക്കിംഗ് നമുക്കറിയാം. ദ ഔട്ട്പുട്ട് വിൽ ബി 1 only when both the inputs are 1 അല്ലേ. സോ ആ ട്രൂത്ത് ടേബിൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, രണ്ട് ഇൻപുട്സും ഒരു സിംഗിൾ ഔട്ട്പുട്ടും. ഔട്ട്പുട്ട് 1 ആവുന്നത് only when both the inputs are 1. Therefore, by comparing the output of a binary multiplier and AND gate, I can easily say that they are both the same. അല്ലേ, അതായത് 0 0 0 1 1 0 1 1 വരുന്ന സമയത്ത് 0 0 0 1 ആ സെയിം കോമ്പിനേഷനിൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? 0 0 വരുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ടും 0 ആണ്. 0 1 വരുന്ന സമയത്ത് എൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഔട്ട് 0 ആണ്, ആൻഡ് ഗേറ്റിൻ്റെ ഔട്ടും 0 ആണ്. 1 0 എന്ന് പറഞ്ഞ ഇൻപുട്സ് ആണ് ഞാൻ ഫീഡ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട് 0 ആണ്, ആൻഡ് ഗേറ്റിന് എനിക്ക് ഔട്ട് കിട്ടുന്നത് 0 ആണ്. സിമിലർലി 1 1 എന്ന് പറഞ്ഞ ഇൻപുട്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബൈനറി 1 ആണ്. Similarly, AND ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. Therefore, I can easily say that this multiplication can be easily done by using an AND gate. നമ്മളിപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വേണ്ടി കൂടുതൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു സാധനം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ആൻഡ് ഗേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആൻഡ് ഗേറ്റിന് ഇൻപുട്ട് കൊടുക്കുന്ന വാല്യൂ എന്താണോ അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് ഈ സെയിം ആസ് ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ തർക്കമൊന്നുമില്ല. പക്ഷേ ദാറ്റ് ഈസ് സെയിം ആസ് എ മൾട്ടിപ്ലൈഡ് വാല്യൂ. Therefore, I can easily use a multiplier. I can easily use an AND gate for the multiplication purpose. ഇത്രയും ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് ആൻഡ് ഗേറ്റിനെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറയാമോ? ക്ലിയർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഹാർഡ്വെയർ ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് മെത്തേഡാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ടോപ്പ് റൈറ്റിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ മെത്തേഡ് വെച്ചിട്ടാണ് ഹാർഡ്വെയർ ഇപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമ്മൾ A0 B0 അങ്ങനെ തന്നെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ A0 B0 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സോ പക്ഷെ A0 B0 ഫോം ചെയ്യാനായിട്ട് എനിക്ക് എന്ത് വേണം? ഒരു ആൻഡ് ഗേറ്റ് വേണം. സോ
ഈ ഒരു A0 B0 ഫോം ചെയ്യാനായിട്ട് എനിക്ക് ആൻഡ് ഗേറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹാർഡ്വെയറിൻ്റെ അകത്ത് ആൻഡ് ഗേറ്റ് നമ്പർ 1 ഫോം ചെയ്യുകയാണ്. സോ അതിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് A0, അതർ ഇൻപുട്ട് എന്ന് പറയുന്നത് B0, വിച്ച് ഈസ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് A0 B0 ഈസ് ദ ഔട്ട്പുട്ട് അല്ലേ. അത് വേറെ ഒന്നുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി ആ വാല്യൂ എന്താണോ അതിനെടുത്ത് എഴുതുന്നു, വിച്ച് ഫോംസ് ദ MSB. ഇവിടെ നമ്മൾ അതിനെ MSB A0 B0 MSB എന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഈ നമ്മളുടെ ഹാർഡ്വെയർ ഡിസൈനിലേക്ക് വരുമ്പോഴും അത് MSB ആയിട്ട് മാറുന്നു. ഇനി സെക്കൻഡ് ആയിട്ട് നമ്മളുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്തുന്ന സമയത്തെ ടേം ഒന്ന് നോക്കിക്കേ. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? B1 A0 പ്ലസ് B0 A1. B1 A0 എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ അത് ഒറ്റ ബിറ്റാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. B0 A1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റ് ആണ്. അപ്പൊ രണ്ട് സിംഗിൾ ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനായിട്ടുള്ള ഹാർഡ്വെയർ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതാണ്, വിച്ച് ഈസ് ദ ഹാഫ് ആഡർ അല്ലേ. സോ ഹാഫ് ആഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് സിംഗിൾ ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അപ്പൊ ഹാഫ് ആഡറിലേക്ക് ഞാൻ കൊടുക്കേണ്ട എൻ്റെ ഇൻപുട്ട്സ് ഏതൊക്കെ ആയിരിക്കും? ഹാഫ് ആഡറിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B1 A0 ആസ് വെൽ ആസ് B0 A1 ഞാൻ കൊടുത്താൽ മാത്രം എനിക്ക് ഹാഫ് ആഡറിന്റെ സമ്മായിട്ട്, സമ്മും ക്യാരി ഉണ്ടെന്ന് നമുക്കറിയാം, ക്യാരി സമ്മായിട്ട് B1 A0 പ്ലസ് B0 A1 കിട്ടത്തുള്ളൂ അല്ലേ. സോ ഈ പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ B1 A0 ക്രിയേറ്റ് ചെയ്യാൻ, അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ ആൻഡ് ഗേറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗേറ്റ് ഉപയോഗിക്കണം. അതേപോലെ തന്നെ B0 A1 ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ആൻഡ് ഗേറ്റ് ഉപയോഗിക്കണം. സോ അപ്പൊ ആദ്യം നമ്മൾ കാണാനായിട്ട് പോകുന്നത്, ഞാനിവിടെ ഗേറ്റ് നമ്പർ 2 എന്ന് വിളിക്കുവാണ്. B1 A0 B1 A0 ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആൻഡ് ഗേറ്റ്, വിച്ച് ഈസ് ആൻഡ് ഗേറ്റ് നമ്പർ 2. ആൻഡ് ഗേറ്റ് നമ്പർ 2 വരച്ചു. ഇനി ദിസ് B0 A1 ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 3 എന്ന് വിളിക്കുന്ന ഒരു ആൻഡ് ഗേറ്റിനെ ഇവിടെ ഉപയോഗിക്കുകയാണ്. ദിസ് വൺ ഇൻപുട്ട് എന്ന് പറയുന്നത് A1 B0. സോ അതിന്റെ ഔട്ട് എന്ന് പറയുന്നത് A1 B0. സോ ഇപ്പൊ ഞാൻ A0 B1 അല്ലെങ്കിൽ B1 A0 ജനറേറ്റ് ചെയ്തു. അതേപോലെ തന്നെ A1 B0 ജനറേറ്റ് ചെയ്തു. ഈ രണ്ട് ഇൻപുട്ടുകൾ ഞാൻ എടുത്ത് എവിടെ കൊടുക്കണം? ഒരു ഹാഫ് ആഡറിലേക്ക് കൊടുക്കണം. So that I will get the sum term as B1 A0 plus B0 A1. അതാണ് ഇവിടെ സം ആയിട്ട് എഴുതിയിരിക്കുന്നത്. സോ ദിസ് സം എന്ന് പറയുന്നത് എന്തായിരിക്കും? B1 A0 plus B0 A1. ഇനി ക്യാരി ജനറേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടോപ്പ് റൈറ്റിലേക്ക് ഒന്ന് നോക്കിക്കേ. ആ ക്യാരി ജനറേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ക്യാരിനെ നമ്മൾ എടുത്ത് എവിടെയാണ് കൊടുത്തിരുന്നത്? അടുത്ത ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ബിറ്റിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും ഒരു ഫർദർ അഡീഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് ബിറ്റ് മാത്രമേ നമ്മൾ ഡയറക്റ്റ്ലി ഡ്രോപ്പ് ഡൗൺ ചെയ്ത് MSB ആയിട്ട് എഴുതുന്നുള്ളൂ. ഇവിടെ ഈ ഒരു പോർഷനിൽ, ഞാൻ ഈ പോയിന്റർ എടുക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പോർഷനിൽ നമുക്കൊരു അഡീഷൻ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ സിയുടെ വാല്യൂ 1 ആകും, അല്ലെങ്കിൽ C is equal to 0. ഓക്കെ. സോ ഈ ഒരു പോർഷൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് അഗെയിൻ ഒരു അഡീഷൻ നടക്കുന്നുണ്ട്. therefore again will require another half add. ഓക്കെ. സോ ആ ഒരു സെക്കൻഡ് ഹാഫ് ആഡറിനെയാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഗേറ്റ്സ് 2 and 3 അതേപോലെ തന്നെ ഒരു ഹാഫ് ആഡർ പ്ലസ് ഹാഫ് ആഡർ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പോർഷൻ C പ്ലസ് B1 A1 ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗെയിൻ എനിക്ക് എന്തൊക്കെ വേണം? ഒരു ഹാഫ് ആഡർ വേണം. അതേപോലെ തന്നെ ഗേറ്റ് നമ്പർ 4. സോ ഇവിടെ ഞാൻ ഗേറ്റ് നമ്പർ 4 വരയ്ക്കുവാണ്. 4 ഇൻപുട്ട് ഈസ് B1 A1, വിച്ച് ഈസ് B1 A1. ഒരു ഇൻപുട്ട് B1 A1. രണ്ടാമത് എനിക്ക് വേണ്ടിയത് എന്താണ്? ക്യാരിയും കൂടെ, അതായത് ക്യാരി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ചുമ്മാ എവിടുന്നെങ്കിലും വരുന്ന ക്യാരി അല്ല, തൊട്ട് പ്രീവിയസ് അഡീഷൻ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരിനെയാണ് നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്? സെക്കൻഡ്, ദിസ് ഈസ് ഹാഫ് ആഡർ 1 എന്ന് വിളിക്കുക, ദിസ് ഈസ് ഹാഫ് ആഡർ 2. സോ ഹാഫ് ആഡർ 1 സം ആൻഡ് ക്യാരി, ഓരോ ഹാഫ് ആഡറിന് 2 ഔട്ട്പുട്ട് ഉണ്ട്, സം ആൻഡ് ക്യാരി അല്ലേ. സോ ഈ ഹാഫ് ആഡർ 1 ക്യാരി ആയിട്ട് നമ്മൾ റിപ്പിൾ ക്യാരിക്കകത്തൊക്കെ നമ്മൾ സി ഔട്ട് ചെയ്യുന്നില്ലായിരുന്നു. റിപ്പിൾ ക്യാരിക്കകത്ത് ഒരെണ്ണത്തിന്റെ സി ഔട്ട് എടുത്ത് അടുത്തതിന് സീനായിട്ട് ഫീഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് അത് നമ്മൾ ഫുൾ ആഡർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഹാഫ് ആഡർ 1 അകത്തുനിന്ന് ജനറേറ്റ് ചെയ്ത ക്യാരിന്റെ സെക്കൻഡ് ഹാഫ് ആഡറിന്റെ 1 ഓഫ് ദ ഇൻപുട്ട്, ക്യാരി ഇന്നല്ല, കാരണം 2 ബിറ്റേ ഉള്ളൂ, അനദർ 1 ഓഫ് ദ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് A1 B1. സോ ഇവിടെ കിട്ടുന്ന നമ്മളുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? A1 B1 പ്ലസ് C, അതായത് C ഫ്രം ഹാഫ് ആഡർ 1. അപ്പൊ അതിനെ ഞാൻ C1 എന്ന് വിളിക്കുകയാണ്.
സോ എഗെയിൻ ഒരു സെക്കൻഡ് അഡീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഒരു അഡീഷൻ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് സമ്മും ഹാഫ് ആഡർ എന്ന് പറഞ്ഞാൽ 2 ഔട്ട്പുട്ടാണ് ഉള്ളത്, സമ്മും ക്യാരിയും അല്ലേ. സോ ഈ സം ടേം നമുക്ക് ഇവിടെ കിട്ടി. ഇനി ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫോം ദ LSB. LSB അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്യാരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അഡീഷന് ശേഷം നമുക്ക് എന്തായിരിക്കും, അനദർ ഒരു ടേമും കൂടെ ഇവിടെ വരും, വിച്ച് ഫോംസ് ദ LSB. ഇതാണ് നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഒറിജിനൽ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണോ ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ ഒരു ഹാർഡ്വെയറിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ്. ഒരു കോംപ്ലിക്കേഷൻ തന്നെ ആക്ച്വലി ഇതിൻ്റെ അകത്തില്ല. ഇവിടം വരെ ക്ലിയർ ആണോ എന്ന് പറയാമോ? ആണ്. സോ ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഹാഫ് ആഡർ. ഹാഫ് ആഡർ നമുക്ക് വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സം ഈസ് ഈക്വൽ ടു AX or B ആൻഡ് C ഈസ് ഈക്വൽ ടു AB അല്ലേ. സോ ആ ഒരു ഹാഫ് ആഡറിനെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാന്നുള്ളത് ഞാൻ ഉടനെ തന്നെ പറയാം. നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാണ്. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാമിലേക്ക്, ദിസ് ഈസ് ദ പ്രോഗ്രാം. ഓക്കെ, സോ പ്രോഗ്രാമിലേക്ക് വരാം. അതിന് മുന്നേ തൊട്ട് മുമ്പേ കണ്ടിരിക്കുന്ന അതേ ഡയഗ്രം തന്നെ ഞാൻ ഇവിടെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഓരോ ഗേറ്റുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. A1, A2, A3, A4. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ആഡറിനെ HA0 എന്ന് വിളിക്കുവാണ്. സെക്കൻഡ് ഹാഫ് ആഡറിനെ HA1 എന്ന് വിളിക്കുവാണ്. ഇനി നമ്മൾ സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. സ്ട്രക്ചറൽ മോഡലിംഗ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ പേര് കൊടുക്കാത്ത വേരിയബിൾസ് ഉള്ള ഏതെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വയേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. സോ ഇവിടെ ഈ HA0 നിന്ന് പോകുന്ന ക്യാരി നമ്മളുടെ HA1 പോകുന്നുണ്ട് അല്ലേ. അതിന് പേര് നിലവിൽ ക്യാരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ഒരു പേര് കൊടുക്കുവാണ്. HA0 നിന്ന് വരുന്ന ക്യാരി എന്നുള്ള അർത്ഥത്തിൽ HA0C. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഈ സെയിം വേരിയബിളിനെയും യൂസ് ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. ജസ്റ്റ് ഈ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് നെയിം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നെയിം വെച്ചിട്ടാണ് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസ് എന്ന് പറയുന്നത് A1 A0 ഇൻറ്റു B1 B0 ആണ് നമുക്ക് കിട്ടുന്നത്. സോ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും നമുക്ക് പ്രൊഡക്റ്റ് ടേം കിട്ടുന്നത് C3 C2 C1 C0. 4 ടേംസ് വരാനുള്ള റീസൺ ഓൾറെഡി ക്ലിയർ ആണല്ലോ അല്ലേ. ഒരെണ്ണം MSB, പിന്നെ 2 സം ടേംസ്, പിന്നെ ഒരു ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അത് LSB ആയിട്ട് മാറുക. ക്യാരി ഒന്നും വരുന്നില്ലെങ്കിൽ അത് ക്യാരിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, സോ അതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വേരിയബിളിനെ C എന്നാണ് വിളിക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ 4-bit വേരിയബിൾ വിത്ത് C3 ആസ് ദ MSB ആൻഡ് C0 ആസ് ദ LSB. ഓക്കെ, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഞാൻ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റാൻസിയേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അല്ലെങ്കിൽ ഇൻസ്റ്റാൻസിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ടെസ്റ്റ് ബെഞ്ച് ഒക്കെ എഴുതിക്കൊണ്ടിരുന്നത്. സോ ഇൻസ്റ്റാൻസിയേഷന് 2 മെത്തേഡ്സിൽ നമുക്ക് ഇൻസ്റ്റാൻസിയേഷൻ മീൻസ് കോളിംഗ് അല്ലെ, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പരിപാടിയാണ് ഇൻസ്റ്റാൻസിയേഷൻ നമ്മൾ വെരിലോഗിൽ വിളിക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഇൻസ്റ്റാൻസിയേഷൻ 2 രീതിയിൽ കാണാം. എയ്തർ ബൈ നെയിംഡ് ലിസ്റ്റ്, ഇതിപ്പോൾ നിങ്ങൾക്ക് തിയറി പഠിക്കാനില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ഓർപ്പിക്കാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. ഇൻസ്റ്റാൻസിയേഷൻ ബൈ നെയിംഡ് ലിസ്റ്റ് ആസ് വെൽ ആസ് ഇൻസ്റ്റാൻസിയേഷൻ ബൈ ഓർഡേർഡ് ലിസ്റ്റ്. അങ്ങനെ 2 എണ്ണം ആണുള്ളത്. നമ്മൾ കൂടുതലും നമ്മളുടെ ടെസ്റ്റ് ബെഞ്ചിൻ്റെ അകത്ത് നെയിംഡ് ലിസ്റ്റ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓർഡേർഡ് ലിസ്റ്റ് വെച്ചിട്ടുള്ള ഇൻസ്റ്റാൻസിയേഷൻ പ്രോസസ്സാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമ്മളുടെ ഡയഗ്രത്തിലേക്ക് ഒന്നും കൂടി നോക്കിക്കേ. ആൻഡ് ഗേറ്റ് നമുക്ക് സ്ട്രക്ചറൽ മോഡലിംഗ് എഴുതുമ്പോൾ സിമ്പിളായിട്ട് ആൻഡ് ഗേറ്റിൻ്റെ നമ്മളുടെ ആൻഡ് ഔട്ട്പുട്ട് കോമ ഇൻപുട്ട്സ് എന്ന് വെച്ച് എഴുതി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നോക്കിയാൽ 2 ഹാഫ് ആഡറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ആഡറിൻ്റെ പ്രോഗ്രാം 2 പ്രാവശ്യം എഴുതുന്നതിന് പകരം സ്ട്രക്ചറലാണ്. അപ്പോൾ നമുക്ക് ഹാഫ് ആഡറിൻ്റെ എക്സോറും ആൻഡും വെച്ചിട്ടുള്ളത്, ഈ എക്സോറും ആൻഡും വെച്ചിട്ടുള്ള കണക്ഷൻസ് പിന്നെ 2 പ്രാവശ്യം അത് എഴുതി കൊടുക്കുക എന്ന് പറയുന്നത് ആക്ച്വലി അത്ര ഈസിയർ അല്ല. സോ അതുകൊണ്ട് നമുക്ക് ഒരു പ്രാവശ്യം അതിൻ്റെ പ്രോഗ്രാമിനെ എഴുതിയിട്ട് ഇൻസ്റ്റാൻസിയേഷൻ അല്ലെങ്കിൽ കോളിംഗ് ചെയ്താൽ മതിയായിരിക്കും. ആ രീതിയിലാണ് നമ്മളിപ്പോൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ മെയിൻ പ്രോഗ്രാം എന്ന് നോക്കിയാൽ മൊഡ്യൂൾ, ഒരു മൊഡ്യൂൾ നെയിം കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മെയിൻ പ്രോഗ്രാം, ഇവിടെ യെല്ലോ കളർ അടിച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാൻസിയേഷൻ നമ്മൾ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പ്രോഗ്രാമിനെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് വരാം. മൊഡ്യൂൾ നെയിം, ദെൻ ബ്രാക്കറ്റ് നമ്മൾ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് ആസ് വെൽ ആസ് ദ ഔട്ട്പുട്ട് പോർട്ട്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്, A1 A0 B1 B0 ഓരോന്നും 1 ബിറ്റ് ആണ്
അല്ലേ? സോ ആ വേരിയബിൾസിനോട് കൊടുത്തിട്ടുണ്ട് A0 A1 B0 B1. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര ബിറ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 4 ബിറ്റ്. C3 C2 C1 C0. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് C3 C2 C1 C0 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ അറേ ഡിക്ലറേഷൻ പഠിച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ അറേ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ C3:0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C3 C2 C1 C0 വരെ വരുന്നുണ്ട്. C3 is the MSB and C0 is the LSB എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഇനിയിപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ആഫ്റ്റർ ദ മൊഡ്യൂൾ നെയിമിംഗ് ആൻഡ് ലിസ്റ്റ് ഓഫ് പോർട്സ്, പിന്നത്തെ നമ്മളുടെ പ്രോഗ്രാമിനകത്ത് വരുന്നത് ഇസ് ദ ഡിക്ലറേഷൻസ് ഓഫ് ദ ഔട്ട്പുട്ട് ആസ് വെൽ ആസ് ദ ഇൻപുട്ട്. ഓക്കെ, സോ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന ഔട്ട്പുട്ട്. ഇൻപുട്ട് ഡിക്ലെയർ ചെയ്യുന്നോർത്ത് ഒരു കുഴപ്പമില്ല. സോ ഇപ്പം തൽക്കാലം പ്രോഗ്രാമിൽ ആദ്യം ഔട്ട്പുട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. സോ ഔട്ട്പുട്ട് 3:0 C അല്ലേ? സോ ഒരു നമ്മൾക്ക് 4 ബിറ്റ് ഉള്ള ഒരു അറേ ആയിട്ട് നമ്മൾ സീനെ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്, വിച്ച് ഈസ് ഓൾസോ ദ ഔട്ട്പുട്ട്. ദെൻ ഇൻപുട്ട് ആയിട്ട് A0 A1 B0 B1 ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ആഫ്റ്റർ ദ ഡിക്ലറേഷൻസ് പിന്നെ നമുക്ക് വയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വയേഴ്സിനാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. സോ അപ്പോൾ ഈ കേസിൽ നമുക്ക് വയറായിട്ട് വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ നോക്കിക്കേ. ദിസ് പാർട്ട് ഇത് ഓൾറെഡി വയറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, HA0C. അതുകൂടാതെ ദിസ് A0 B1 എന്ന് പറയുന്ന ഒരു വയറായിരിക്കും. A1 B0 എന്ന് പറയുന്നത് ഒരു വയറായിരിക്കും. അതേപോലെ തന്നെ A1 B1 എന്ന് പറയുന്നതും ഒരു വയറായിരിക്കും അല്ലേ? സോ ആ വയേഴ്സിനെയാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. A0 B1 A0 B1 A1 B0 A1 B1. ദിസ് HA0C എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മഞ്ഞ കളർ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാരി ഫ്രം HA0. HA0യിൽ നിന്ന് ഔട്ടായിട്ട് വരുന്ന ക്യാരി വിച്ച് ഈസ് ഫെഡ് ആസ് ഇൻപുട്ട് ടു ദ HA1. അതിനെയാണ് HA0 എന്ന് വിളിക്കുക. അതിനെ നമുക്ക് ഇവിടെ വയറായിട്ട് ഡിക്ലെയർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, സോ ആഫ്റ്റർ ദ ഡിക്ലറേഷൻ പാർട്ട് നമ്മുടെ വയർ ഡിക്ലറേഷൻ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഗേറ്റ്സിനെ എഴുതാം അല്ലേ? സോ അപ്പോൾ ഫസ്റ്റ് A1 എടുക്കുവാണ്. ആൻഡ് ഇവിടെ ഇപ്പം ഞാൻ A1 ഈ സൈഡിൽ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. സോ ദിസ് A1. A1ന്റെ ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? A0 B0. A0 B0 എന്ന് പറയുന്നത് നമ്മൾ എന്തിട്ടിട്ടാണ് വിളിച്ചേക്കുന്നത്? ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിലെ LSB ആയിട്ട് വരുന്നത് C0 അല്ലേ? സോ C0 ഔട്ട്പുട്ട് കോമ ഇൻപുട്സ്. A1ന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? B0 A0. സോ B0 ആൻഡ് A0. ദെൻ സെക്കൻഡ് ആൻഡ് ഗേറ്റ് A2 എന്ന് പറയുന്ന ആൻഡ് ഗേറ്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് A0 B1. A0 B1 ക്യാരി ചെയ്യുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ ഔട്ട്പുട്ട് ബിറ്റ് എന്ന് പറയുന്നത് C(1). Therefore, C(1) പോകുന്നതിന് മുന്നേ അവിടെ വരെ എത്തിയില്ല. A2ന്റെ ഔട്ട് എന്ന് പറയുന്നത് A0 B1. സോ A0 B1 നമ്മൾ വയറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ട് കോമ ദ ഇൻപുട്സ് വിച്ച് ആർ A0 ആൻഡ് B1. A0 ആൻഡ് B1. സിമിലർലി തേർഡ് ആൻഡ് ഗേറ്റ് എടുത്തു. അതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് A1 B0 വിച്ച് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് എ വയർ. സോ A1 B0 കോമ ദ ഇൻപുട്സ് B0 ആൻഡ് A1. ഇനി നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ ആൻഡ് ഗേറ്റ് ഈ കൂട്ടത്തിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നാലാമത്തെ ആൻഡ് ഗേറ്റ് ആ കൂട്ടത്തിൽ എഴുതി, ഇതിപ്പം ഒരെണ്ണം കഴിഞ്ഞ ആഴ്ച എഴുതിയേക്കുന്നത് ഈ ആൻഡ് ഗേറ്റിനെ മുകളിലോട്ട് എഴുതിയെന്ന് ഓർത്തും ഒരു കുഴപ്പമില്ല. ഈ ആൻഡ് ഗേറ്റ് വേണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇപ്പം നിലവിൽ ഇത് പ്രോഗ്രാമിൽ രണ്ടായിട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് തീർത്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം, കാരണം കൺകറന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്സ്, പ്രശ്നമില്ല. ഓക്കെ, സോ അപ്പം നമുക്ക് ഫസ്റ്റത്തെ HA0യിലേക്ക് നോക്കാം. ഫസ്റ്റത്തെ ഹാഫ് ആഡറിലേക്ക് നോക്കാം. ഹാഫ് ആഡർ എന്നൊരു പേര് ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ യെല്ലോ കളറിൽ അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നോക്കിയേ. സോ ഹാഫ് ആഡർ 1. ഹാഫ് ആഡർ എന്നൊരു പേര് വിളിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ബേസിക്കലി ഇൻസ്റ്റാൻസിയേഷൻ. അതിൻ്റെ സബ് പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹാഫ് ആഡർ. ഈ സബ് പ്രോഗ്രാമിൽ എന്ത് പേരാണോ വിളിച്ചേക്കുന്നത് ആ സെയിം പേര് തന്നെ ഇവിടെ അതേ അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ഉപയോഗിച്ച് വിളിക്കണം, അല്ലെങ്കിൽ കോളിംഗ് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റാൻസിയേഷൻ നടക്കത്തില്ല. ഓക്കെ, സോ ആ ഫസ്റ്റത്തെ 2 പ്രാവശ്യം ഞാനിവിടെ കോൾ ചെയ്യുന്നുണ്ട്, കാരണം 2 ഹാഫ് ആഡേഴ്സ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഹാഫ് ആഡറിൻ്റെ പ്രോഗ്രാം ഒന്ന് പറഞ്ഞേച്ച് തിരിച്ചു വരാം. ഞാനിപ്പം സബ് പ്രോഗ്രാമിലേക്ക് കയറുവാണ്, വിച്ച് ഇസ് എ ഹാഫ് ആഡർ പ്രോഗ്രാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മൊഡ്യൂൾ ഹാഫ് ആഡർ ഔട്ട്പുട്ട് ഓർ ലിസ്റ്റ് ഓഫ് പോർട്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പോർട്സ് എഴുതുന്നു. ദെൻ ഡിക്ലറേഷൻസ് ഓഫ് ദ ഔട്ട്പുട്ട് പോർട്സ് വിച്ച് ആർ സം ആൻഡ് ക്യാരി. Declaration of the input ports which are X and Y. Then XOR and gate ആണ് വേണ്ടതെന്നറിയാം. XOR എന്ന് പറയുന്നത് sum of AB. And gate തരുന്നത് carry which is used by the variables A and B. അതേപോലെ തന്നെ N module. സോ അത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ഇൻസ്റ്റാൻസിയേഷൻ പാർട്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറയുന്നത്, ഇവിടെ HA0 എന്ന് പറയുന്നത് ഞാൻ ആ ഫസ്റ്റത്തെ ഇൻസ്റ്റാൻസിയേഷൻ നടക്കാൻ പോകുന്ന ഈ HA0ക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. ഓക്കെ, സോ അപ്പോൾ അതിനകത്ത് നടക്കുന്ന എന്താണ്? ദിസ് ഈസ് ബൈ ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ നോക്കുക, ഇവിടെ നോക്കുക,
ഇവിടെ കിടക്കുന്ന ഫസ്റ്റ് കിടക്കുന്ന സംഭവം എന്താണോ ദാറ്റ് ഈസ് A1B0. അതായത് നമ്മളുടെ ഇൻസ്റ്റാൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് എക്സിലേക്ക് പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് A1B0യിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും എക്സിലേക്ക് പോവുക. A1B0യിൽ കിടക്കുന്ന വാല്യൂ ആയിരിക്കും എക്സിലേക്ക് പോവുക. ദെൻ A0B1ൽ കിടക്കുന്ന വാല്യൂ, രണ്ടാമത് കിടക്കുന്ന സാധനം എന്താണോ അതിന്റെ വാല്യൂ ആയിരിക്കും നമ്മൾ ഈ ഓർഡറിൽ നമ്മുടെ ബ്രാക്കറ്റിന്റെ അകത്ത് രണ്ടാമത് കിടക്കുന്ന വേരിയബിളിലേക്ക് പോവുക. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഈസ് ദ സം. ഞാൻ ഇവിടെ ഓർഡറിൽ തേർഡ് എന്താണോ എഴുതിയിരിക്കുന്നത് അത് സം ടേം ആയിട്ട് മാറും, അല്ലെങ്കിൽ സം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് പോകും. ഞാൻ ഇവിടെ ലാസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് എന്താണോ അത് ക്യാരി ആയിട്ട് പോകും. സോ ഏത് ഓർഡറിലാണോ എഴുതിയിരിക്കുന്നത് ആ ഓർഡറിലായിരിക്കും പ്രോസസ്സിംഗ് നടക്കുക. അതായത് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് എക്സും വൈയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഇൻപുട്ടുകൾ. അപ്പൊ ഞാൻ ഇവിടെ, അതായത് ബ്രാക്കറ്റ് കഴിഞ്ഞും ആദ്യം ഇൻപുട്ടുകളെ തന്നെ എഴുതണം ഇതേ ഓർഡറിൽ. ദെൻ അത് കഴിഞ്ഞ് കിടക്കുന്ന കാര്യം സം ടേം. ഇപ്പൊ സം ആയിട്ട് ഞാനിവിടെ ഉപയോഗിക്കേണ്ട വേരിയബിൾ എന്താണ് അതായിരിക്കണം മൂന്നാമത് എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് HA0യിലേക്ക് നോക്കാവോ ഡയഗ്രത്തിന്റെ അകത്തെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് A0B1, രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് A1B0. സോ അത് രണ്ട് നമ്മൾ കൊടുക്കുന്നു. ദെൻ അതിന്റെ സം ആയിട്ട് വരുന്ന ഔട്ട്പുട്ട് എന്താണ്? C(1). അതാണ് ഇവിടെ കിടത്തേക്കുന്നത്. തേർഡ് വന്നിരിക്കുന്ന സം ആയതുകൊണ്ട് ഇവിടെയും തേർഡ് സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വേരിയബിൾ തന്നെ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. ഓക്കെ. ദെൻ സിമിലർലി ക്യാരി ആയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണ്? HA0C എന്ന് പറയുന്ന ഒരു വയറായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സെയിം സാധനം തന്നെ ഇവിടെ ഇതേ ഓർഡറിൽ കൊടുക്കണം. വിച്ച് മീൻസ് ആദ്യത്തെ ഇൻപുട്ട് കോമ, രണ്ടാമത്തെ ഇൻപുട്ട് കോമ, സമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ കോമ, ക്യാരിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വേരിയബിൾ. ഇത് ക്ലിയർ ആണോ എന്ന് പറയാമോ? ഇൻസ്റ്റാൻസിയേഷൻ ഓർഡേർഡ് ലിസ്റ്റ് നമ്മൾ അധികം ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് വീണ്ടും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആണോ എന്ന് പറയാമോ? ക്ലിയർ മിസ്. ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റാൻസിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ആൻഡ് ഗേറ്റിലേക്കാണ്, ലാസ്റ്റ് ആൻഡ് ഗേറ്റിലേക്ക്. സോ ആൻഡ് ഗേറ്റിന്റെ ഔട്ട് എന്ന് പറയുന്നത് A1B1 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഔട്ടായിട്ട് വരുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് A1B1. അത് തന്നെയാണ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗേറ്റ്സിന്റെ അകത്ത് കൺഫ്യൂഷൻ എന്ന് വരാൻ സാധ്യതയില്ലെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് സെക്കൻഡ് ഹാഫ് ആഡർ, അതിന്റെ ഇൻസ്റ്റാൻസിയേഷനിലേക്കാണ് പോകേണ്ടത്. സോ ഹാഫ് ആഡർ, ആ പേര് അത് തന്നെ ഉപയോഗിക്കണം. എന്താണോ നമ്മളുടെ ഇവിടെ ഇൻസ്റ്റാൻസിയേഷൻ, നമ്മുടെ സബ് പ്രോഗ്രാമിനകത്ത് എന്ത് പേരാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതേ പേര് തന്നെ ഇവിടെയും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ, പേര് സെയിം ആണെങ്കിൽ അല്ലെ ഒരാളെ നമ്മൾ വിളിക്കണമെങ്കിൽ അയാളുടെ പേര് കറക്റ്റ് ആണെങ്കിൽ അല്ലേ അയാൾ തിരിഞ്ഞു നോക്കുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ എന്ത് അപ്പർ കേസ് ലോവർ കേസ് എന്ത് കോമ്പിനേഷനിലാണോ സബ് പ്രോഗ്രാമിന്റെ പേര് എഴുതി കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മൊഡ്യൂൾ നെയിം കൊടുത്തിരിക്കുന്നത് ആ സെയിം മൊഡ്യൂൾ നെയിം തന്നെ ഇവിടെ വിളിച്ചാലേ ഇൻസ്റ്റാൻസിയേഷൻ നടക്കത്തുള്ളൂ. ഓക്കെ. ദെൻ ഇവിടെ മുകളിലത്തെ നമ്മൾ HA0 എന്ന് വിളിച്ചു, ഇവിടെ താഴത്തേന് തൽക്കാലം HA1 എന്നുള്ളൊരു ലേബിൾ കൊടുക്കുകയാണ്. ഇനി ഇവിടെയും നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് നിർബന്ധം തന്നെയാണ്. സോ ആദ്യം കിടക്കുന്നത് X(Y), അതായത് രണ്ട് ഇൻപുട്ടുകളെ വേണം ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സോ ഇവിടെ HA1ലേക്ക് നോക്കിക്കേ, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് HA0C, അതായത് നമ്മുടെ HA0യിൽ നിന്ന് വന്ന ക്യാരി. രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് A1B1. അതിന്റെ ഓർഡർ മാറുന്നതുകൊണ്ട് തെറ്റില്ല കേട്ടോ. എക്ക് പകരം ബിയും ബിക്ക് പകരം എ എഴുതിയാലും എന്തായാലും ഫൈനൽ ഔട്ട് സമ്മും ക്യാരിയും ഓർഡർ മാറാൻ ഒരു കാരണവശാലും പറ്റത്തില്ല. കാരണം ഇൻപുട്ട് ഫൈനൽ നമുക്ക് ഔട്ടാണല്ലോ നമുക്ക് സിഗ്നിഫിക്കൻസ് അല്ലേ. സോ നമ്മളുടെ ഇൻപുട്ട്സ് രണ്ടെണ്ണം. ദെൻ അതിനുശേഷം നമ്മുടെ സബ് പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന സംഭവം എന്താണ്? സമ്മ് കോമ ക്യാരി. സോ സമ്മായിട്ട് വരേണ്ടതെന്ന് പറയുന്നത് ഈ C(2). അതുകൊണ്ടാണ് ഇവിടെ C(2) ആദ്യം എഴുതിയിരിക്കുന്നത്. അതിനുശേഷമാണ് ക്യാരി ആയിട്ട് വരുന്ന ടേമിനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ ക്യാരി ആയിട്ട് എഴുതിയിരിക്കുന്ന ടേം എന്ന് പറയുന്നത് C(3). സോ ദെർഫോർ C(3). ഇത്രയേ ഉള്ളൂ. സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഡയഗ്രാം വരയ്ക്കണം. കാരണം സ്ട്രക്ചറൽ മോഡലിംഗ് ആകുമ്പോൾ ഡയഗ്രാം വരയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. ഡയഗ്രാം വരയ്ക്കണം, ദെൻ അതിന്റെ മെയിൻ പ്രോഗ്രാം വരയ്ക്കണം, ദെൻ അതിന്റെ സബ് പ്രോഗ്രാം മെയിൻ പ്രോഗ്രാം എഴുതണം, ദെൻ സബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻസ്റ്റാൻസിയേഷൻ ചെയ്യേണ്ട സബ് പ്രോഗ്രാം എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്.